നമസ്കാരം. പാവങ്ങളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കുതിക്കുന്ന സ്വർണ്ണവിലയ്ക്ക് അടുത്ത വർഷമെങ്കിലും ഒരു ശമനം കിട്ടുമോ എന്നാണ് പരക്കെ വരുന്ന ചോദ്യം. എന്നാലും അത്തരം ചോദ്യക്കാർക്ക് ആശ്വാസകരമാവുന്ന മറുപടി നൽകാവുന്ന റിപ്പോർട്ടുകളൊന്നും അല്ല പുറത്തു വരുന്നത്. മറിച്ച് ഈ വർഷത്തെ പോലെയാകും അടുത്ത വർഷവും സ്വർണത്തിന് വില വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത വർഷം സ്വർണ്ണവിലയിൽ 5 മുതൽ 20% വരെ ഉയരുമെന്നാണ് പ്രമുഖ ആഗോള ബാങ്കുകളുടെ പ്രവചനം. ഈ വർഷം സ്വർണ്ണവില റെക്കോർഡ് ഉയരങ്ങളിലെത്തിച്ച കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ, പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ, US സമ്പദ് വ്യവസ്ഥയും താരിഫുകളെയും കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്കകൾ എന്നിവ അടുത്ത വർഷവും നിലനിൽക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ 1 ഔൺസ് സ്വർണത്തിന് ഏകദേശം $4187 വില. ഈ വർഷം മാത്രം ഏകദേശം 60% സ്വർണത്തിന് വില വർദ്ധിച്ചത്. ഇന്ത്യയിൽ 10 ഗ്രാമിന് ഏകദേശം 1.3 ലക്ഷം രൂപയാണ് സ്വർണ്ണവില. ബാങ്ക് ഓഫ് അമേരിക്കയുടെ പ്രവചനം അനുസരിച്ച് അടുത്ത വർഷം സ്വർണ്ണവില ഔൺസിന് $5000 വരെ എത്താം. നിലവിലുള്ള വിലയേക്കാൾ ഏകദേശം 19% വർധനവാണ് ഇത്. US വർദ്ധിച്ചു വരുന്ന കമ്മിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസാധാരണ മാക്രോ നയങ്ങളും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഈ മുന്നേറ്റത്തെ പിന്തുണയ്ക്കുമെന്നാണ് ബാങ്ക് ഓഫ് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നത്. സമീപകാലത്തെ വില വർധനവ് ഉണ്ടായിട്ടും ദീർഘകാല പോർട്ട്ഫോളിയോകളിൽ സ്വർണം കുറഞ്ഞ നിക്ഷേപമായി തുടരുന്നു എന്ന് ബാങ്ക് ഓഫ് അമേരിക്ക അഭിപ്രായപ്പെടുന്നുണ്ട്. ഡച്ച് ബാങ്കിന്റെ പ്രവർത്തനം അനുസരിച്ച് 2026 സ്വർണ്ണവില $4950 ഉയരാൻ സാധ്യതയുണ്ട്. ഇത് നിലവിലെ നിലവാരത്തിൽ നിന്നും 18% വരെ വർധനവ് സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത വർഷം വില ഏകദേശം $4450 ആയിരിക്കുമെന്നാണ് അവരുടെ അടിസ്ഥാന നിഗമനം. നിക്ഷേപകരുടെ ഒഴുക്ക് സ്ഥിരത കൈവരിച്ചതായും സാങ്കേതിക സൂചകങ്ങൾ ഒരു പൊസിഷനിങ് തിരുത്തൽ പൂർത്തിയായി എന്ന് കാണിക്കുന്നതായും ബാങ്ക് വിശകലനത്തിൽ പറയുന്നുണ്ട്. കേന്ദ്ര ബാങ്കുകളുടെയും ETF നിക്ഷേപകരുടെയും ആവശ്യം ശക്തമായി തുടരുമെന്നാണ് ഡച്ച് ബാങ്ക് കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും ഓഹരി വിപണി കുത്തനെ ഇടിയുകയാണെങ്കിൽ, ഫെഡ് പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ നിരക്കിൽ പലിശ കുറയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭൗമരാഷ്ട്രീയത്തിലെ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുകയാണെങ്കിൽ വിലകൾ കുറയാമെന്നാണ് ബാങ്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഉക്രൈൻ അധിനിവേശത്തിനു ശേഷം റഷ്യയുടെ കരുതൽ ശേഖരം മരവിപ്പിച്ചതിന് പിന്നാലെ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങുന്നത് വർദ്ധിപ്പിച്ചിരുന്നു. അടുത്ത വർഷം ഫെഡറൽ റിസർവ് ബാങ്ക് ഏകദേശം 75 ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നും മറ്റ് കേന്ദ്ര ബാങ്കുകൾ ഇത് പിന്തുടരാനും സാധ്യതയുണ്ട്. 2026 സ്വർണം $3600 $4400 ഇടയിൽ എത്തുമെന്നാണ് അവരുടെ പ്രവചനം. കൂടിയ വിലയിൽ ഏകദേശം 5% വർധനവാണ് ഇത് സൂചിപ്പിക്കുന്നത്. തുടരുന്ന ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾ, ദേശീയ താരിഫുകൾ, വിപണിയിലെ ചാഞ്ചാട്ടം, ഫെഡറൽ റിസർവ് ബാങ്ക് നയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്നിവ അടുത്ത വർഷവും നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നും HSBC വ്യക്തമാക്കുന്നുണ്ട്.